അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നുള്ള ആ മഗ്രിബിന്റെ ബാങ്കൊലിക്ക് ഉത്തരം ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ തിരക്കുകൾ കാരണം സാധ്യമായി കൊള്ളണമെന്നില്ല. റബ്ബിന്റെ ഭവനത്തിൽ മഗ്രിബിന് മുമ്പേ നിങ്ങൾ എത്തി സ്ഥലം പിടിക്കണം. ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന മുസ്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയുള്ള ഓരോ ദിവസങ്ങളുടെയും മഗ്രിബിന് മുമ്പ് നിങ്ങൾ പള്ളികളിലെത്തുക. പള്ളികളിലെത്തി നിങ്ങൾ കാത്തിരിക്കുക. മഗ്രിബിന്റെ ബാങ്ക് വിളി നിങ്ങളുടെ കാതുകളിൽ ആ മസ്ജിദിൽ വെച്ച് മുഴങ്ങട്ടെ. അവിടെ നിങ്ങൾ അതിന് ഉത്തരം നൽകുക. ബാങ്ക് വിളി കേൾക്കുമ്പോഴുള്ള മര്യാദകൾ നമുക്കറിയാമല്ലോ. അതിന്റെ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന കാരക്കയോ വെള്ളമോ എന്താണെങ്കിൽ അത് കുടിച്ചുകൊണ്ട് അന്നത്തെ നോമ്പ് മുറിക്കുക. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് അതാ നമുക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നമസ്കരിക്കുക. അതിന്റെ ശേഷം നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എത്ര മിനിറ്റാണെങ്കിലും നമസ്കാരത്തിൽ തന്നെയാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തെ പ്രതീക്ഷിച്ചുള്ള ആ ഇരിപ്പ്, നിസ്കരിക്കുന്ന അതേ പ്രതിഫലമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ദുആക്ക് ഏറെ ഇജാബത്ത് കിട്ടുന്ന വേളയാണത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനെ തള്ളപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ലഭ്യമാകും. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അതാ ഇമാമിന്റെ കൂടെ തന്നെ ആദ്യ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ നമുക്ക് ചേരുവാൻ സാധിച്ചാലുള്ള പുണ്യം ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ വിശദീകരിക്കുന്നുണ്ട്. അതും നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രതിഫലങ്ങൾ പലപ്പോഴും നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ വീടുകളിൽ വെച്ച് നോമ്പ് തുറന്ന് നമ്മൾ പിന്നീട് നമ്മുടെ അടുത്തുള്ള പള്ളികളിലേക്ക് എത്താൻ വൈകുകയാണ്. പലപ്പോഴും അവിടെ ജമാഅത്ത് തുടങ്ങി ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം നമുക്ക് നഷ്ടമാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല സുന്നത്തുകളും നമുക്ക് നഷ്ടമാകുന്നു. അല്പം നമ്മുടെ ഭക്ഷണത്തിന്റെ ഏതാനും കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റിവെക്കണമെന്ന ഒരൊറ്റ പ്രതിബന്ധം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതങ്ങ് മാറ്റിവെച്ചാൽ, കാരണം 80-ലേറെ വർഷങ്ങൾ തുടർച്ചയായ ഇബാദത്ത് ചെയ്താലും ലഭിക്കുന്നതിനേക്കാൾ മഹത്വം ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ നമുക്ക് ഏത് പലഹാരം കൊണ്ടാണ് മറികടക്കാനാവുക? ഏത് ഭക്ഷണം കൊണ്ടാണ് നമുക്കതിനെ അതിജയിക്കാനാവുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗവാസികൾക്കുള്ള ഒരു കുടിനീര്, അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഉന്നതമായ പാനീയങ്ങൾ, ഇതിലപ്പുറമാണോ നമ്മുടെ കൈകളിലുള്ള ജ്യൂസുകളും പാനീയങ്ങളും പലഹാരങ്ങളുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇനി വരുന്ന നാളുകളിലെങ്കിലും നമ്മുടെ നോമ്പുതുറകൾ ബാങ്ക് വിളി കേട്ടുകൊണ്ട് തന്നെ അതിന് ഇജാബത്ത് നൽകി റബ്ബിന്റെ ഭവനത്തിലായി തീരുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്നാണ് വിനീതമായി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. കാരണം ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന നമ്മൾ മഗ്രിബ് ബാങ്ക് വിളിയോടുകൂടി അതിനെ ഒരുക്കത്തോടുകൂടെ തയ്യാറായി അതിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഇതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ ഇനി വരുന്ന ഓരോ രാവുകളിലും ഏറെ പ്രാധാന്യമുണ്ട്. ഒറ്റയായ രാവുകൾ മാത്രമാണെന്ന് ആരും വിചാരിച്ച് ഇരട്ടയായി വരുന്ന രാവുകളെ അവഗണിച്ചു പോകരുത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദറിന്റെ രാത്രി നിങ്ങൾ അവസാനത്തെ 10 ദിവസവും പ്രതീക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 10 രാവുകളിൽ ഏത് രാവുകളിൽ അത് വരും എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഏത് രാവിൽ വന്നാലും അതിലൊക്കെ ഞാൻ ഉണ്ടാകണം, അതിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണമെന്ന പ്രതീക്ഷയാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇനി വരാനുള്ള ഓരോ രാവുകളിലും നിങ്ങളുടെ കൈകളിലുള്ള എത്ര ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും എല്ലാ രാവുകളിലും നിങ്ങൾ സദഖ ചെയ്യാൻ മറക്കരുത്. കാരണം ഖദറിന്റെ രാത്രിയിലുള്ള ഒരു സദഖ 80-ലേറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായി വരുന്ന സദഖകൾക്ക് സമാനമായി വരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 ദിർഹമാണോ ഉള്ളത്, എത്രയാണോ ഉള്ളത്, എല്ലാ രാത്രിയിലും നിങ്ങൾ ആ പുണ്യം വിചാരിച്ചുകൊണ്ടത് സദഖകൾ ചെയ്യണം. ഖദറിന്റെ രാത്രിയിൽ ഏതെങ്കിലും 1 ദിർഹം അത് പെട്ടുകഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് നമുക്ക് അതിൻ്റെതായ ഖൈറ് നൽകുമല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ കഴിവിന്റെ പരമാവധി
പള്ളികളിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കുക. ഇനി ഡ്യൂട്ടിയിലുള്ള ആളുകൾ നിരാശപ്പെടേണ്ടതില്ല. ഞങ്ങൾക്കൊക്കെ പകൽ തൊഴിലാണ്. രാത്രിയിൽ പള്ളിയിലിരുന്ന് ഉറക്കമഴിച്ചാൽ പകൽ ഡ്യൂട്ടിയിൽ നീതി പുലർത്താനാവില്ല. അങ്ങനെയുള്ളവർ പള്ളിയിലിരുന്ന് ഉറക്കമഴിച്ച് പകൽ ഡ്യൂട്ടിയിലെത്തി അവിടെ ഉറങ്ങി തൻ്റെ ജോലിയോട് നീതി പുലർത്താനാവില്ലെങ്കിൽ താൻ ചെയ്യുന്ന ജോലി അവിടെ തനിക്കുള്ള സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അത് സാധ്യമാകാത്തത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അള്ളാഹു അവന്റെ മനസ്സറിയും, അവന്റെ പ്രയാസമറിയും, അവന്റെ കാരണമറിയും എന്ന് റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് പ്രതിഫലത്തെയും പുണ്യത്തെയും നമ്മൾ നോഹിക്കുക. ഇങ്ങനെ ഏതേത് വിധത്തിൽ നമുക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി അത് ഓരോരുത്തർക്കുമാണ് അറിയുക. ഒരു കാര്യമാണ് അല്ലാഹു നോക്കുന്നത്, എൻ്റെ മനസ്സാണ് റബ്ബ് നോക്കുന്നത്. ഞാൻ അലസനാകുന്നുണ്ടോ? ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടും ഞാൻ മടി കാണിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സമയങ്ങൾ വൃഥാവിലാക്കുന്നുണ്ടോ? എൻ്റെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും എന്നെക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. ആ റബ്ബിനറിയാം എൻ്റെ സാധ്യതകളും സാധ്യതയില്ലായ്മകളും. അതറിഞ്ഞുകൊണ്ട് പ്രതിഫലം നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടേതായ മനസ്സിൻ്റെ ആ ഏറ്റവും വലിയ ത്യാഗവും പരിശ്രമവും ഉദ്ദേശശുദ്ധിയും നാഥന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുക, റബ്ബേ, എൻ്റെ സാധ്യതകൾ അനുസരിച്ചുകൊണ്ട് നിന്നിലേക്ക് അടുക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സാധ്യതകൾ ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആ റബ്ബ് പരിഹരിച്ചു തരാത്ത, ആ റബ്ബ് സ്വീകരിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വക ആമുഖങ്ങളാണ് സഹോദരങ്ങളെ എനിക്കാദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അൽ ഇത്ഖു മിനന്നാർ, നരകത്തിയിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു മാസം പിറന്നപ്പോൾ രാത്രി നമസ്കാരങ്ങളിൽ നമ്മൾ ഇമാമുകൾ എത്രയാണ് കണ്ടമിടറിക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഞാനും നിങ്ങളും കേട്ടത്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വരിഖാബ ആബായിനാ വഉമ്മഹാതിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കേട്ടു. ഭക്തിയോടുകൂടെ നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരുമൊക്കെ ആമീൻ പറഞ്ഞു. എന്താണ് ആ ചോദിച്ചത്? അല്ലാഹുവേ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നാണ്. നരകത്തിയിൽ നിന്നുള്ള മോചനം കിട്ടലും പാപമോചനവും തമ്മിൽ പണ്ഡിതന്മാർ ചില വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടുക എന്നുള്ളതും നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മെ ഇത്ഖ് ചൊല്ലുക അഥവാ മോചിപ്പിക്കുക എന്നുള്ളതും ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മഗ്ഫിറത്തിനേക്കാൾ സൂപ്പർ പദവിയിലുള്ളതാണ് ഇത്ഖ് എന്നുള്ള പദവി. അതെന്താ? മഗ്ഫിറത്ത് എന്നാൽ പാപമോചനം എന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞു, പാപമോചനം കിട്ടി, നമുക്ക് മഗ്ഫിറത്ത് കിട്ടി. പക്ഷേ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരാം, പാപങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടാം. അങ്ങനെ തൗബയില്ലാതെ ഒരുപക്ഷെ മരിച്ചുപോയാൽ നമ്മൾ നരകത്തിയിലേക്ക് തന്നെ ചെന്നു വീഴും. അതേ അവസരത്തിൽ ഞാനും നിങ്ങളും നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരിൽ പെട്ടാലോ പിന്നെയുള്ള പ്രത്യേകത, പിന്നെ ഒരു കാലത്തും നരകത്തിയിൽ നമ്മൾ പ്രവേശിക്കില്ല എന്നുള്ളത് കട്ടായമാണ്. നരകാഗ്നി പിന്നെ നമ്മുടെ ശരീരത്തെ സ്പർശിക്കുകയില്ല. അതെന്തുകൊണ്ടെന്ന് ഉലമാ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? പിന്നീട് ആ ഒരു പ്രത്യേക പദവിയിലേക്ക് നമ്മൾ എത്തിയാൽ, അത് അല്ലാഹുവാണ് അറിയുന്നവൻ. ആ പദവിയിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളിൽ നിന്ന് ഏതെങ്കിലും പാപങ്ങൾ സംഭവിച്ചാൽ തന്നെ ഉടനെ തൗബ ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇനി ശിഷ്ടകാലം നരകത്തിയുടെ വക്താക്കളായി മാറുന്ന വിധത്തിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണോ ആ പാപങ്ങൾ വരാതെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും എന്ന്. ഈ വിധത്തിൽ ഏത് വിധേനയായാലും ഇത്ഖും മിനന്നാർ കിട്ടിക്കഴിഞ്ഞാൽ നരകം പിന്നെ നമ്മുടെ ശരീരത്തിന് നിഷിദ്ധമായി. ആ പദവിയാണ് നമ്മൾ അല്ലാഹുവിനോട്
ചോദിക്കുന്നത്, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്, നീ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്. നമുക്കറിയാം ഈ ഇത്ഖ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ നോക്കിയാൽ നമ്മുടെ അറബ് നാടുകളിൽ അടിമകളെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഏറെയും പ്രയോഗിച്ച് കാണുന്നത്. ഒരടിമയെ മോചിപ്പിക്കുക, ഒരടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ അറബികൾക്കിടയിലുള്ള ഒരു സമ്പ്രദായം നമ്മൾ അറിയണം. ഏതെങ്കിലും ഒരടിമയെ ഇത്ഖ് ചൊല്ലപ്പെട്ട് ആ അടിമ മോചിതനായാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അടിമയാവില്ല, എന്നും അയാൾ സ്വതന്ത്രൻ തന്നെയായിരിക്കും. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുക, റബ്ബ് നമ്മെ നരകത്തിയിൽ നിന്ന് ഇത്ഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നരകത്തിയിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല, റബ്ബിന്റെ പ്രത്യേകമായ കാവലുണ്ടാകുമെന്ന്. അപ്പൊ എത്രത്തോളം ഉന്നതമായ പദവിയാണ്. അതുകൊണ്ടാണ് അൽ ഇത്ഖു മിനൻ നാരി അർഖാ മിനൽ മഗ്ഫിറ അഅ്ലാ മിനൽ മഗ്ഫിറ എന്നൊക്കെ ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ പേർത്തും വിശദീകരിച്ചത്. ഞാൻ അതിന്റെ വിശദ തലങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഫമൻ സുഹ്സിഹ അനിന്നാർ, ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. തുടർന്ന് അല്ലാഹു പറഞ്ഞതെന്താണ്, വമൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതമല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, എന്നെയും നിങ്ങളെയും ഒക്കെ വഞ്ചിച്ച് പ്രലോഭിപ്പിച്ച് പലവിധത്തിലുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള കവാടങ്ങളെ കൊട്ടിയടച്ച് നരകത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുന്ന വഞ്ചനയുടെ ലോകമാണ് ഈ ലോകം എന്ന് തിരിച്ചറിയണമെന്ന കനത്ത താക്കീതോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴൊക്കെ വളരെ ഗൗരവം നമ്മുടെ മനസ്സിൽ വേണം. കാരണം ഈ ലോകത്തെ തീ നമുക്ക് സഹിക്കാനാകുമോ? ഈ ലോകത്തെ തീയോട് ഒരു നിലക്കും നമുക്ക് തുല്യപ്പെടുത്താനാവാത്തതാണ് ജഹന്നമിലെ തീ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലോകത്തെ തീയെ പറ്റി പറയുന്നത്? അത് അല്ലാഹു പറഞ്ഞതാണ്. റബ്ബ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅയുടെ കൃത്യമായ ചോദ്യം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പിന്നീട് പറഞ്ഞതെന്താണ്, നഹ്നു ജഅൽനാഹാ തദ്കിറ, നഹ്നു ജഅൽനാഹാ തദ്കിറ, ആ ദുനിയാവിലെ തീയെ നാം ആക്കിയിട്ടുണ്ട് തദ്കിറത്തൻ, നമുക്കുള്ള മുന്നറിയിപ്പാണത്, താക്കീതാണത്. നഹ്നു ജഅൽനാഹാ തദ്കിറ യഅനി നാറുദ്ദുനിയാ മൗഇളത്തുൻ ലിന്നാരിൽ കുബ്രാ. തഫ്സീർ ഖുർതുബിയിൽ കാണാം, പരലോകത്ത് വരാനിരിക്കുന്ന കത്തിയാളുന്ന കഠിനമായ ജഹന്നമിലേക്ക് നമ്മുടെ മനസ്സിന് ഗുണപാഠം നൽകുന്ന, സതുപദേശം നൽകുന്നതാക്കി ദുനിയാവിലെ തീയെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ ചേർത്ത് പറഞ്ഞു, ഫതഅ്തബിറൂന വതത്തഇളൂന ബിഹാ, ദുനിയാവിലെ തീ കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണം, അതിൽ നിന്ന് നിങ്ങൾ ഉപദേശം ഉൾക്കൊള്ളണമെന്ന് മഹാനായ ഇമാം തബരി റഹിമഹുല്ലയും ചേർത്ത് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകത്തിലുള്ള തീ എന്ന് പറയുന്നത് 70 ഇരട്ടി ചൂടാണ്. ആ 70 ഇരട്ടി ചൂടിന്റെ ഒരംശം മാത്രമാണ് ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ള തീ എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിലെ തീ പോലും നമുക്ക് സഹിക്കാനാകുമോ? അയൺ ബോക്സിൽ ഇസ്തിരിയിടുമ്പോൾ ചെറുവിരലെങ്ങാനും അതിന്മേലൊന്ന് തൊട്ടുപോയാൽ, ആരെങ്കിലും വലിച്ച റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ അറിയാതെ നമ്മുടെ കാൽപാദമൊന്ന് പൊള്ളിപ്പോയാൽ അതിൻ്റെ നീറ്റലും വേദനയും സഹിക്കാനാവാതെ പടയുന്ന രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിക്കിരട്ടി അതേ കാരിരുമ്പിനെ പോലും പച്ചവെള്ളം പോലെയാക്കി തീർക്കുന്ന ദുനിയാവിലെ എത്രയോ ഡിഗ്രി കണക്കിന് സെൽഷ്യസിൽ തിളപ്പിക്കുന്ന ദുനിയാവിലെത്തി അതിൻ്റെയും 69 ഇരട്ടി തീയാണ് ജഹന്നമിന്റെ തീ എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അത്ര ഗൗരവത്തോടെയാണ് നമ്മളോടത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പരലോകത്ത് 3 വിഭാഗം ആളുകളാണ് ഉണ്ടാവുക. ഒരു കൂട്ടം ആളുകൾ കഠിനമായ നരകത്തീയിൽ ആദ്യമേ എറിയപ്പെടും. അവരതിൽ നിന്ന് രക്ഷപ്പെടുകയേയില്ല, അവർ ശാശ്വതരായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അവർ പരിപൂർണ സ്വർഗാവകാശികളായിരിക്കും. നേരെ അവർ സ്വർഗത്തിലേക്കാണ് പോവുക, നരകത്തീ അവരെ സ്പർശിക്കുകയേയില്ല. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, നരക ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് എത്തുന്ന ജഹന്നമികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണത്. സഹോദരങ്ങളെ, അതിൽ പോലും നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സെക്കൻഡ് പലപ്പോഴും നമ്മളൊക്കെ തമാശയിൽ പറയും പലരും, എങ്ങനെയെങ്കിലുമൊക്കെ അവസാനമെങ്കിലും കഴിച്ചിലായി തട്ടിമുട്ടി ഒന്ന് സ്വർഗത്തിലെത്തിയാൽ മതിയായിരുന്നു, കുറച്ചു കാലമൊക്കെ നരകത്തിലെത്തിയാലും എന്നൊക്കെ പറയാൻ എന്ത് എളുപ്പമാണല്ലേ വിശ്വാസികളെ. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് അള്ളാഹുവിന്റെ നരകത്തി സഹിക്കാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആകുമോ? ആദനല്ലാഹു മിൻ ജഹന്നം, ആദനല്ലാഹു മിൻ ജഹന്നം. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നരകാഗ്നിയിലിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും ലളിതമായ ശിക്ഷക്കാരന് കൊടുക്കുന്ന ശിക്ഷ അയാളുടെ കാൽപാദത്തിനടിയിൽ വെക്കുന്ന 2 കഷ്ണം, അതല്ലെങ്കിൽ തീയുടെ ജ്വാലയാണ്, അതല്ലെങ്കിൽ അയാളെ ധരിപ്പിക്കപ്പെടുന്ന ഒരു ജോഡി ചെരിപ്പാണ്. അതങ്ങണിയുമ്പോഴേക്ക് തന്നെ അയാളുടെ ദിമാഗ് തിളച്ചുമറിയും. കമായഗിൽ മിർജൽ, അതേ ചീനച്ചട്ടിയിൽ വെച്ച് എണ്ണ തിളക്കും പോലെ, എണ്ണ തിളച്ചൊഴുകുന്നത് പോലെ ആ മനുഷ്യന്റെ തലച്ചോറ് തിളക്കും. ആ മനുഷ്യനായിരിക്കും ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന് അയാൾക്ക് തോന്നുമാറ് ഗുരുതരമായ ശിക്ഷയാണ് അയാൾക്ക് തോന്നുക. പക്ഷേ അയാളാണ് നരകത്തിയിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കപ്പെടുന്നതെന്ന്. സഹോദരന്മാരെ, അതുപോലും നമുക്ക് അസഹ്യമാണ്. അതുകൊണ്ടൊരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും റബ്ബിന്റെ ആ ജഹന്നമിന്റെ തീ എന്റെയും നിങ്ങളുടെയും ബോഡിയിലുണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ റമളാൻ അതിനുള്ളതാണ്. ഇന്നലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. വിശുദ്ധ റമളാനിന്റെ എല്ലാ രാപ്പകലുകളിലും അല്ലാഹുവിന് നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന, അങ്ങനെ മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. ചേർത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല ദഅവത്തുൻ മുസ്തജാബ. എല്ലാ മുസ്ലിമിനും എല്ലാ രാപ്പകലുകളിലും ചോദിച്ചാൽ കിട്ടുന്ന ഒരു സമയവും ഒരു നേരവും ഒരു ദഅവത്തും ഒരു ദുആയുമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ കിട്ടും എന്നുറപ്പുള്ള ഒരു ദുആ നമുക്ക് ഡെയിലി ഉണ്ട്. ആ സമയം ഏതെന്ന് നമുക്കറിയില്ല. അതേപോലെ എല്ലാ രാപ്പകലുകളിലും റമളാനിൽ നരകത്തിൽ നിന്ന് മോചനം നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി അത് ചോദിക്കണ്ടേ? ചില റിപ്പോർട്ടുകളിൽ ഇന്നലില്ലാഹി തആല ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാഅ മിനന്നാർ, നോമ്പ് തുറക്കുന്ന വേളയിൽ അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. അതും എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ ഒരിക്കലും തെറ്റിപ്പോകരുത്. നരകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടണം. ഇതിനെന്ത് വേണമെന്നാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത്, ഇവിടെ കൂടി ആയിരങ്ങളെ പഠിപ്പിക്കുന്നത്, ഇനി ഇത് കേൾക്കാൻ പോകുന്നവരോടും ഉത്ബോധിപ്പിക്കുന്നത്. ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്, നമ്മുടെ മനസ്സ് നിറയെ ആഗ്രഹം എന്നും നിലനിൽക്കണം. നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച്, എവിടെയെങ്കിലും വെച്ച് അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ കേവലം ചില ആമീൻ പറയലോടുകൂടി നമ്മുടെ ഇതൊക്കെ അവസാനിക്കാറാണ് പതിവുള്ളത്. അങ്ങനെയല്ലേ എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. ഞാനും നിങ്ങളും ഓർമ്മ വെച്ച നാള് മുതൽ എത്ര റമദാനുകളിൽ നമ്മളൊക്കെ കേട്ടവരാണ് നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവുകളാണെന്ന്. പക്ഷേ നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ടോ? ജീവിതത്തിന്റെ ഒരാഗ്രഹമായി നമ്മുടെ മനസ്സിൽ അത് സദാ തുടിച്ചു നിൽക്കാറുണ്ടോ?
എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്ക്. കാരണം എന്താണ്? റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല വിഷയങ്ങൾ പറഞ്ഞെടുത്താണെങ്കിലും അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫഅലിമല്ലാഹു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു മനസ്സിലാക്കിയപ്പോൾ ഫഅൻസല സകീനത അലൈഹിം, അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ ശാന്തിയും സമാധാനവും അവൻ ഇറക്കിക്കൊടുത്തു എന്ന്. ഹൃദയങ്ങളിലുള്ളത് അറിയുന്ന നാഥൻ ആ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ നരകത്തെക്കുറിച്ച് എത്രത്തോളം പേടിയുണ്ട്. അതിൽ എൻ്റെ ശരീരം ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും പൊള്ളരുതെന്ന് എനിക്കും നിങ്ങൾക്കും എത്ര മോഹമുണ്ട് എന്ന് അറിയുന്ന റബ്ബ് ആ ആഗ്രഹം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്ര ശതമാനമുണ്ടെന്ന് അവൻ കാണുന്നുണ്ട്. അതോ ഇയാള് കേവലം ഒരു മനസ്സിൽ അങ്ങനെയൊക്കെ നരകമോചനം, നരകത്തെക്കുറിച്ച് പേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് അവഗണിക്കുന്നവനാണോ? അതും റബ്ബിനറിയാം. സഹോദരാ സഹോദരി, നമ്മുടെ മനസ്സിൽ ആ ചിന്ത എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് നരകത്തിയിൽ നിന്ന് മോചനം കിട്ടും. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, ആദ്യം നമ്മുടെ ഖൽബിൽ ഈ ആഗ്രഹം സദാ തുടിച്ച് നിലനിൽക്കട്ടെ. ഇത് ശ്രദ്ധിക്കുക, ഇതൊരിക്കലും മറന്നു പോകരുത്. മരണം വരെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാഹ് എന്നുള്ള അദമ്യമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. രണ്ടാമതായി പറയാനുള്ളത്, ആ ആഗ്രഹം മാത്രം പോരാ, ആ ആഗ്രഹത്തിനനുസരിച്ച് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. എത്രത്തോളം പ്രാർത്ഥിക്കാനാകുമോ, എത്ര ആവർത്തിക്കാനാകുമോ, ആവർത്തനത്തിനനുസരിച്ച് നരകം പോലും നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവോട് പറയും, എന്നിൽ ആ മനുഷ്യനെ പ്രവേശിപ്പിക്കുക അല്ലാഹ്. അതേപോലെ തന്നെ ആരെങ്കിലും നരകാഗ്നിയിൽ നിന്ന് 3 തവണയെങ്കിലും കാവൽ ചോദിച്ചാൽ ആ നരകം പോലും റബ്ബിനോട് വിളിച്ചു പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ അദ്ദേഹത്തെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. അതുകൊണ്ട് എൻ്റെ റബ്ബ് ഇത് കേൾക്കും, എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും, എന്നെ അവൻ കൈവടിയില്ല. എന്നോടവൻ റഹീമാണ്, എന്നോടവൻ റഊഫാണ്, വാത്സല്യനിധിയാണ്, സ്നേഹത്തിന്റെ നിറകുംഭമാണ്, വദൂദാണ് എൻ്റെ റബ്ബ്, റഹീമാണ് എൻ്റെ റബ്ബ് എന്ന് അവനെ കുറിച്ച് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക. ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി അള്ളാഹിനോട് ചോദിച്ചേക്കൂ എന്ന് അങ്ങനെ ആത്മാർത്ഥമായി ചോദിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത മുസ്തഖറൻ വമുഖാമാ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. അജ്റേര നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് ജഹന്നമിൽ നിന്ന് നമ്മൾ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയണം, നമ്മളൊക്കെ എത്ര തവണ ഇതൊക്കെ അറിഞ്ഞു പറയാറുണ്ടെന്ന്. അതാ ഞാൻ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത്, ഖൽബിൽ ഇതുള്ളത് കൂടെ ചോദിക്കണം എന്ന്. കാരണം റബ്ബ് ഇത് പറയുന്ന നമ്മുടെ ഖൽബ് എന്താണെന്ന് നോക്കുന്നുണ്ട്. മൂന്നാമതായി പറയാനുള്ളത്, ഖൽബിലുള്ള കാര്യം നമ്മുടെ ലിസാന് കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അതും പോരാ, ശാരീരികമായി നമ്മൾ ഇതിനു വേണ്ടി ഒന്നൊരുങ്ങണം. നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഒരുങ്ങണം. അതെങ്ങനെയാണ്? നമ്മുടെ ഗതകാല ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാപത്തിന്റെ കറകളൊന്ന്, ശരീരം മുഴുവനൊന്ന് കഴുകി കുളിച്ച് വൃത്തിയാവണം. അതിന് ഭൗതിക ലോകത്തുള്ള ഡിറ്റർജന്റുകളൊന്നും പോരാ. അതിനാവശ്യമായത് റഹ്മാനായ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് തൗബ ചെയ്യലാണ്. കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയണം നമ്മുടെ പാപക്കറകളെ. അവനോട് പറയണം, ആരാരുമില്ലാത്ത സമയത്തിരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യണം. റബ്ബേ, ജീവിതത്തിന്റെ ഇന്നലകളിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ഓർത്തെടുക്കണം. ഓർമ്മയുള്ളതൊക്കെ തുറന്നു പറയണം. എനിക്കറിയാത്തത് നിന്റെ ലിസ്റ്റിൽ ധാരാളമുണ്ടെന്നും സമ്മതിച്ചു പറയണം. അതിന്റെ പുറമെ അതിലൊക്കെ എനിക്ക് അഗാധമായ ഖേദമുണ്ട് റബ്ബേ, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയണം. അങ്ങനെയുണ്ടോ എന്ന് റബ്ബിനറിയാനും സാധിക്കും.
മൂന്നാമതായി വേണ്ടത് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് മടങ്ങിപ്പോവില്ലെന്നും അതോടൊപ്പം ചെയ്തു വരുന്ന ഏതെങ്കിലും തിന്മയുടെ ശകലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 100% ഒഴിവാവുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവേ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അതാണ് 100% സ്വീകരിക്കപ്പെടുന്ന തൗബ. ഇതിന്റെ പുറമെ സൃഷ്ടികളായ ആളുകളോട് നമുക്ക് വല്ല കടമകളും കടപ്പാടുകളും ഇടപാടുകളും സാമ്പത്തികമായോ മാനസികമായോ വാക്പരമായോ ഉണ്ടെങ്കിൽ, സമ്പത്താണെങ്കിൽ തിരിച്ചു കൊടുക്കണം, സക്കാത്താണെങ്കിൽ കൊടുത്തു വീട്ടണം. ആരാന്റെ മുതൽ നമ്മുടെ സക്കാത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാ പെങ്ങളെ അത് പൊന്നാണ്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഖദറിന്റെ രാത്രി പ്രതീക്ഷിച്ചിട്ടും പ്രയോജനമില്ല. പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ആരാന്റെ ഹക്ക് നമ്മുടെ ധനത്തിൽ കലർന്നാൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് കൊടുത്തു വീട്ടാതെ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കല്ല പെങ്ങളെ, അത് പ്രതീക്ഷിക്കല്ല സഹോദര. കാരണം അത് നമ്മുടെ ധനത്തെ മുഴുവനും മലിനമാക്കും. അതുകൊണ്ട് സക്കാത്ത് കൊണ്ട് ആദ്യം പരിശുദ്ധമാക്കുക. അതിന്റെ പുറമെ മറ്റാരോടെങ്കിലും നമുക്ക് വാക്കാൽ പൊരുത്തപ്പെടിക്കാനുണ്ടോ, മറ്റേതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പൊരുത്തപ്പെടിക്കാനുണ്ടോ, പൊരുത്തം വാങ്ങണം, സമ്മതം വാങ്ങണം. കാരണം സൃഷ്ടികൾക്കിടയിലുള്ള ആ പ്രയാസങ്ങൾ തീരാതെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും തടയപ്പെടുമെന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴും തെറ്റിപ്പിരിഞ്ഞ് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ആരോടെങ്കിലും നിങ്ങൾ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ പുറത്തു പോയി അവരോട് വിളിച്ചുകൊണ്ട് മാപ്പിനപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷക്കോ നിങ്ങളുടെ നിസ്കാരമോ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അത് കവാടം കൊട്ടിയടക്കപ്പെടും. അവിടെ വെക്കവന്റെ പ്രവർത്തനം ഹത്താ യസ്തലിഹ, പിണങ്ങി നിൽക്കുന്ന അവരൊന്ന് സുൽഹാവട്ടെ, നന്നാവട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നമുക്ക് നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് ഇഖ്ലാസാണ്. എന്താണ് ഇഖ്ലാസ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഉപോത്ബലകമായ വിവരണങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളാണ് ഇഖ്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുവാഫി അബ്ദുൻ യൗമൽ ഖിയാമഹ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹിൻ നാർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരടിമ പരലോക നാളിൽ അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നു. എന്തുകൊണ്ട് കണ്ടുമുട്ടുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പറഞ്ഞവനാണ്. എങ്ങനെ പറഞ്ഞവനാണ്? മനസ്സറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ല. യബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തൗഹീദിൽ അടിയുറച്ച് റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ സുദൃഢമാക്കിക്കൊണ്ട് ജീവിച്ച് മരിച്ചവനാണെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൻ നാർ, നരകത്തിയെ അള്ളാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കാതിരിക്കുകയില്ല. ഇത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. തൗഹീദ് ശരിയാവാതെ റബ്ബിലേക്ക് അടുക്കാൻ ആർക്ക് ശ്രമിച്ചാലും സാധ്യമാവുകയില്ല. വിശുദ്ധ റമദാനിൽ പോലും ബദരീങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകം നിയന്ത്രിക്കുന്ന വേറെയും മനുഷ്യന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്ന സാധുജനങ്ങളെ നമുക്കറിയാം. അതേപോലെ തന്നെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി അറബുകൾ നടത്തിക്കൊണ്ടും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ മുമ്പിൽ അത്തരത്തിലുള്ള ആരാധനയുടേതായ ഇബാദത്തിൻ്റെതായ വിവിധ വശങ്ങളെ സമർപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ റമദാനിൽ പോലും പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്ന എത്രയോ സാധുക്കളായ ജനങ്ങൾ. അല്ലാഹുവേ, നീ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തണേ എന്ന് ആത്മാർത്ഥമായി രാവിൽ പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ നിവൃത്തിയില്ല. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ശിർക്ക് ജീവിതത്തിൽ വരാതെ നോക്കലാണ് നരകത്തിയിൽ നിന്ന് കാലാകാലം രക്ഷപ്പെടുവാൻ
രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ പോംവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമികമായ നിയമങ്ങളോട് 100% വിനീതനാവണം, വിധേയനാവണം. നമ്മൾ അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് അവഗണനയോ പുച്ഛമോ ട്രോളുകൾ നിർവഹിക്കലോ ഏതെങ്കിലും വിധത്തിൽ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കലോ ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ നരകമായിരിക്കും അതിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് സൂറത്ത് മുഹമ്മദിലോട് പറഞ്ഞു, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിനോട് വെറുപ്പ് കാണിച്ച ആളുകളുണ്ട്, അവരുടെ അമൽ അല്ലാഹ്ക്ക് വേണ്ട. ഫഅഹ്ബത അഅമാലഹും, അവരുടെ അമലുകളെ അവൻ പൊളിച്ചു കളയുക തന്നെ ചെയ്യും. തീർന്നില്ല, സൂറത്ത് മുഹമ്മദിൽ വീണ്ടും അവൻ പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന പല കാര്യങ്ങളെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണവർ. റബ്ബിന്റെ തൃപ്തിയൊന്നും ഞങ്ങൾക്കത്ര പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങളാണ് വലുതെന്ന നിലക്ക് അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരാണവർ. അവരുടെയും അമലുകൾ പൊളിഞ്ഞു പോകുന്നു, അതും പൊളിച്ചു കളയുന്നു. ഇതൊക്കെ ഗൗരവത്തോടെ വിശദീകരിക്കേണ്ടതാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മരണം വളരെ ദുഷിച്ച നിലക്കായി തീരുന്ന മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് മലക്കുകൾ ആ മനുഷ്യന്റെ മരണവേളയിൽ അവന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ അടി നടത്തുന്നു, പ്രഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ചീത്തയായ മരണം ആർക്കാണെന്ന് പറഞ്ഞിടത്താണ് അല്ലാഹ് പറയുന്നത് എന്ത്? റബ്ബിന്റെ തൃപ്തിയേക്കാൾ അവര് റബ്ബിനെ വെറുപ്പിനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇഖ്ലാസ് തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കലാണ് ഒന്നാമത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. നരകമോചനം ആഗ്രഹിക്കുന്ന നമ്മളിൽ ഈ ഗുണമുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇന്ന് ഏതേത് വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് അതിന് ഗൗരവമുള്ളത്. എല്ലാം ട്രോളുന്ന കാലഘട്ടമല്ലേ ഇത്? എനിക്ക് പറ്റാത്തതാരെങ്കിലും പറഞ്ഞാൽ ഏത് പ്രമാണങ്ങളിൽ വന്നാലും ഞാനതിനെ ട്രോളുകയായി. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞാൽ മക്കൾക്ക് പിടിക്കുന്നില്ല, മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് പിടിക്കുന്നില്ല, ഭാര്യയോടുള്ള കടമ പറഞ്ഞാൽ അത് ഭർത്താക്കൾക്ക് ട്രോളാനുള്ള കാരണമാവുകയാണ്, ഭർത്താവിനോടുള്ള കടമ പറഞ്ഞാൽ അത് തിരിച്ചും ചില ഭാര്യമാർക്ക് പറ്റാത്തതായി വരികയാണ്. അമ്മയോട് മരുമക്കൾക്ക് കടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അത് പല മരുമക്കൾക്കും അരോചകമായി വരുന്ന കാലമാണ്. മരുമക്കളോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് പല അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വിഷമകരമായി വരുന്ന കാലമാണ്. ഓ പെങ്ങളെ, കല്യാണത്തെക്കാൾ നിങ്ങൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കല്ലേ. കല്യാണം നിങ്ങൾ കഴിച്ചോ, സമയമായാൽ അത് നീട്ടിവെക്കല്ലേ. അത് റബ്ബ് നിശ്ചയിച്ച പ്രകൃതിയുടെ നിയമമാണ്. ജോലിക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ താഴെ മുസ്ലിം പേരുള്ള ID ഉള്ള ആളുകൾ വന്നിട്ട് എത്രയാണ് ട്രോളിയത്, എത്രയാണ് പരിഹസിച്ചത്. പക്ഷേ ഇസ്ലാമിക പ്രബോധകന്മാർക്കൊരു കടമയേയുള്ളൂ, അത് റബ്ബിന്റെ ദീന് പറയലാണ്, അത് ചങ്കൂറ്റത്തോടെ പ്രമാണയുക്തമായി പറയലാണ്. ട്രോളുന്നവരുടെ ട്രോള് നോക്കിയിട്ട് ദീന് പറയൽ അവസാനിപ്പിക്കാൻ ഈ പ്രബോധകന്മാർക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത് അവരവർ നരകത്തിയിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുന്നു എന്നല്ലാതെ റബ്ബിന്റെ ദീനിനെ കുറിച്ച് പറയുന്നിടത്ത് അത് തനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായി പോയി എന്നുള്ളതിന്റെ പേരിൽ ട്രോളാനോ പരിഹസിക്കാനോ നിഷേധിക്കാനോ തെറി പറയാനോ വന്നാൽ അത് അവരവർക്കുള്ള നഷ്ടമാണെന്നതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് തന്നെ അവരുടെ അമലുകളെ അവര് പൊളിച്ചു കളയുന്നു എന്ന ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തലല്ലാതെ നിവൃത്തിയില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണമായി അംഗീകരിക്കുന്ന വിഷയത്തിലുമൊക്കെ ജീവിതത്തിൽ നല്ല പ്രതിജ്ഞാബദ്ധമായ മനസ്സുണ്ടെങ്കിലല്ലാതെ നരകത്തിയില്ലെന്ന് എന്നെഴുത്ത് ചൊല്ലണേ അല്ലാ എന്ന് 1000 തവണ പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇഖ്ലാസിന്റെ മറുവശവും ശ്രദ്ധിക്കണം. അതെന്താണ്?
ഇഖ്ലാസിന്റെ നേരെ എതിര് വരുന്ന റിയാഇനെ സൂക്ഷിച്ചോളണം. അതെത്ര വലിയ പ്രവർത്തനം പ്രവർത്തിച്ചവന്റെ അമലുകളെയും അത് തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഏത് പ്രവർത്തനത്തിലും ഇഖ്ലാസ് ഉണ്ടോ അത് ഞാൻ തന്നെ പരിശോധിക്കേണ്ടത് 2 അടയാളങ്ങൾ നോക്കിയിട്ടാണ്. ഒന്നാമതായി, എനിക്ക് സൽക്കർമ്മത്തോട് ഉന്മേഷമുണ്ടോ? സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിന് വല്ലാത്ത അദമ്യമായ ഒരു താല്പര്യം നിലനിൽക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, സന്തോഷിച്ചോളൂ. അത് നല്ലൊരു ലക്ഷണമാണ്. സൽക്കർമ്മത്തോട് നല്ല ഉന്മേഷം, സൽക്കർമ്മത്തോട് എപ്പോഴും നല്ലൊരാവേശം, അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴും പരസ്യമാക്കേണ്ടതല്ലാത്ത ഏത് പ്രവൃത്തിയാണെങ്കിലും എത്രത്തോളം സ്വകാര്യമായി എനിക്ക് ചെയ്യാൻ കഴിയുമോ അതും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്യപ്പെടുത്തേണ്ടത് പരസ്യപ്പെടുത്താതെ നിവൃത്തിയില്ലല്ലോ. അതല്ലാത്ത മുഴുവൻ അമലുകളും എൻ്റെ റബ്ബ് അറിഞ്ഞാൽ മതി, എൻ്റെ റബ്ബ് മാത്രം അതറിയട്ടെ എന്ന ആത്മാർത്ഥമായ നിലയ്ക്ക് ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇഖ്ലാസാണ്. ചുരുക്കി പറയാനേ നേരമുള്ളൂ. ഇനി രണ്ടാമതായി പറയാനുള്ളത് നമ്മുടെ തൗഹീദും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ആ ഇത്തിബാഇന്റേതായ കാര്യവും അവസാനിച്ചാൽ നമുക്ക് ഏറെ പ്രധാനപ്പെട്ടത് നമ്മുടെ 5 നേരത്തെ നമസ്കാരമാണ്. ഇവിടെ കൂടിയ ഞാൻ അടക്കമുള്ള ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ വിശുദ്ധ റമദാൻ ഇതാ 10-20 ദിവസങ്ങൾ കഴിഞ്ഞു. 5 നേരത്തെ നിസ്കാരം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയവർ ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ ആരോടും കൈപൊക്കാൻ ചോദിച്ചതല്ല, സ്വന്തത്തോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ എന്നോട് ചോദിക്കണം. നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണോ? അതിന് കുറച്ച് പ്രയാസം സഹിച്ചേ പറ്റൂ, അതിന് നല്ല ശ്രമം നടത്തിയേ പറ്റൂ. ദുന്യാവിലെ ഏറ്റവും വിലപ്പെട്ട സാധനം കിട്ടണമെങ്കിൽ എത്ര നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അതേ അവസരത്തിൽ റഹ്മാനായ റബ്ബിന്റെ ചരക്ക് വിഭവം എന്ന് പറയുന്നത് അത് ഇതിനേക്കാളെല്ലാം അനർഘമാണ്, അമൂല്യമാണ്. അത് കിട്ടണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ സഹിച്ചാലേ സ്വർഗത്തിൽ പോകൂ, ഇല്ലെങ്കിൽ നേരെ അങ്ങ് നരകത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് എന്ത് വേണം? ഈ പറയുന്ന ഞാനും നിങ്ങളും ഇനി പറയുന്ന ഹദീസ് ഒന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ. ആരെങ്കിലും 40 ദിവസം നമസ്കരിച്ചാൽ, എപ്രകാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, ഏത് വിധത്തിൽ യുദ്രികു തക്ബീറത്തുൽ ഊലാ, ഇമാം അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ നമ്മൾ സഫിൽ വേണം. അത് തന്നെ 1-ാം സഫിലാണെങ്കിൽ ഏറെ ശ്രേഷ്ഠം. അത് ഹദീസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ 1-ാം സഫ് തന്നെ കിട്ടാൻ നമ്മളൊന്ന് നല്ല പരിശ്രമം നടത്തണം. കിട്ടിയില്ലെങ്കിലും നമ്മൾ സഫിൽ വേണം. അങ്ങനെ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മളും 40 ദിവസം 4, 5, 20, 200 വഖത്ത് നിസ്കാരം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് നമ്മൾ സഫിലുണ്ടായിട്ട് നിസ്കാരത്തിൽ ചേർന്നാൽ കുതിബലഹു, മുസ്തഫ പറയാണ്, ആ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞു ബറാഅത്താൻ. 2 കാര്യങ്ങളിൽ നിന്ന് അവന് ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് ബറാഅത്തും മിനന്നാർ, അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് കാക്കണേന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ജഹന്നമുണ്ടല്ലോ, അതിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് അവധി, അതേ ഒഴിവ് നൽകപ്പെട്ട് കഴിഞ്ഞു. വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യമെന്ന് പറയുന്ന രോഗമില്ലേ, നരകത്തിയുടെ അടിത്തട്ടിലേക്ക് ആപതിക്കുവാൻ കാരണമാകുന്ന ആ വലിയ ദുസ്വഭാവമില്ലേ, അതും നമ്മിൽ നിന്ന് റഹ്മാനായ റബ്ബങ്ങ് എടുത്തു നീക്കും. ഒരു വടിക്ക് 2 പക്ഷിയാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് മുതൽക്കൊന്ന് ശ്രദ്ധിക്കാമോ?
നാളത്തെ സുബഹി മുതൽ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന നിലക്ക് ഒരു 40 ദിവസം ഒന്ന് പരിശ്രമിക്ക്. ഡ്യൂട്ടി ഉണ്ടല്ലോ മൗലവി, പല വിധത്തിൽ യാത്രയുണ്ടല്ലോ, പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സന്മനസ്സുണ്ടോ എന്നാണ് അള്ളാഹ് നോക്കുന്നത്. നിങ്ങളുടെ കഴിവും കഴിവുകേടും റബ്ബിനറിയാം. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നിങ്ങളെത്താതിരിക്കരുത്. അതേ അവസരത്തിൽ നിങ്ങൾ യാത്രക്കാരനായി മറ്റേതെങ്കിലും നിർബന്ധമായ കാര്യങ്ങളിലായി റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഉദറുകളിൽ നിങ്ങൾ പെട്ടുപോയി. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വഖത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി നിങ്ങൾക്ക് പോവില്ലെന്ന് മനസ്സിലാക്കിക്കോ. കാരണം നമ്മുടെ കഴിവും കഴിവുകേടും അല്ലാഹുവിനറിയാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരൊറ്റ ശരീരത്തോടും അതിൻ്റെ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നേരത്തെ വഖത്തിൽ പോലും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാതെ നഷ്ടപ്പെടുത്തരുതേ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിശുദ്ധ റമദാനിൽ ഒരു പലഹാരം കിട്ടാൻ വേണ്ടി ഒരു ജ്യൂസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മളൊക്കെ എത്രയാണ് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇഫ്താർ ക്യാമ്പുകളിലൊക്കെ നോമ്പ് തുറന്നിട്ട് ഇമാമിന്റെ കൂടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയില്ലേ. മഗ്രിബിന് മറ്റു മാസങ്ങളിൽ പോലും അതേ ജമാഅത്ത് കിട്ടിയിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇപ്പൊ റമദാനായാൽ മഗ്രിബിന്റെ ജമാഅത്തിന്റെ ഒന്നാം ജമാഅത്ത് കിട്ടുന്നില്ല, അവര് പള്ളിയിലേക്ക് എത്തുന്നില്ല. ഇതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അങ്ങനെ ശ്രദ്ധിക്ക്. ഇമാമ് തക്ബീർ കെട്ടുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാകുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടൊന്ന് പരിശ്രമിക്കണം. 40 ദിവസം 200 വഖത്തൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ റബ്ബിന്റെ പ്രത്യേകമായ നിലക്കുള്ളൊരു തൗഫീഖ്, പിന്നെ നമുക്കത് വിടാതെ പിടികൂടാനുള്ള മനസ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഉലമാ രേഖപ്പെടുത്തി